പതിവ് അവഗണന ഉപേക്ഷിച്ച് ഇത്തവണ കേന്ദ്രം കനിയുമെന്നാണ് പ്രതീക്ഷ പുലർത്തുന്നത് MP സന്തോഷ് കുമാർ. 24,000 കോടിയുടെ ഒരു പ്രത്യേക പാക്കേജ് കേരളത്തിന് അനുവദിക്കുക എന്നതാണ് ആ കാര്യം. അങ്ങനൊരു പാക്കേജ് എന്തുകൊണ്ടാണ് സംസ്ഥാനത്തിന് ആവശ്യമായി വരുന്നത് എന്നതിനെ സംബന്ധിച്ച വളരെ വിശദമായ ഒരു നിവേദനം തന്നെ കേരളം സമർപ്പിച്ചിട്ടുണ്ട്. GST നടപ്പാക്കപ്പെട്ടതിന് ശേഷം പ്രത്യേകിച്ചും സംസ്ഥാനങ്ങളുടെ ഈ സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വളരെ കുറഞ്ഞിരിക്കുന്നു. ധനകാര്യ കമ്മീഷൻ തന്നെ 10ാം ധനകാര്യ കമ്മീഷൻ സംസ്ഥാനത്തിന് ഈ വിഭജിക്കാവുന്ന നികുതിയുടെ വരുമാനത്തിന്റെ ഒരു 4% കൊടുത്തിരുന്നെങ്കിൽ ഇപ്പം അതിന്റെ നേരെ പകുതിയാണ് 15ാം ധനകാര്യ കമ്മീഷൻ കൊടുക്കുന്നത്. അപ്പം ഇങ്ങനെ പല അർത്ഥത്തിലും സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇന്ത്യയിലാണ് നമ്മൾ നിൽക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റുകളുടെ കൂടെ എക്കണോമി ശക്തിപ്പെടുത്തിയും അതിന്റെ ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തിയൊക്കെ മാത്രമേ ദേശീയ അടിസ്ഥാനത്തിൽ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കൂ. പക്ഷെ നിർഭാഗ്യവശാൽ ഏകപക്ഷീയ സമീപനമാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ ഈ പ്രത്യേക സാഹചര്യത്തിലാണ് കേരളം 24,000 കോടിയുടെ ഒരു പാക്കേജ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഫെഡറൽ സംവിധാനം എന്ന നിലയിൽ സംസ്ഥാനങ്ങളുടെ വളർച്ച കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. സംസ്ഥാനങ്ങൾക്ക് കൃത്യമായി പരിഗണന ലഭിക്കേണ്ടതുണ്ട്. കേരളത്തിന് ഇത്തവണ അത്തരം പരിഗണന ലഭിക്കണം എന്ന ആവശ്യം ആണ് രാജ്യസഭ MP ആയിട്ടുള്ള സന്തോഷ് കുമാർ മുന്നോട്ട് വയ്ക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 24,000 കോടി രൂപയുടെ പാക്കേജ് കേരളം ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ. GST സമ്പ്രദായം നിലവിൽ വന്നതിന് ശേഷം ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിന്റെ സംസ്ഥാന ഖജനാവിലേക്കുള്ള വരുമാനത്തിൽ കാര്യമായി ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന് വലിയ പ്രതിസന്ധി നേരിടുന്നു. ആ പ്രതിസന്ധിയെ മറികടക്കുന്നതിന് പ്രത്യേക പാക്കേജ് വേണം എന്ന ആവശ്യം ആണ് സംസ്ഥാനം മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്നാണ് സന്തോഷ് കുമാർ പറഞ്ഞത്. ഈ ബജറ്റിൽ എങ്കിലും നിലമ്പൂർ നഞ്ചൻകോട് പാത യാഥാർത്ഥ്യം ആക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് മലപ്പുറം ജില്ലക്കാർ. നിലമ്പൂരിൽ നിന്ന് വയനാട്ടിലൂടെ കർണാടകയിലെ നഞ്ചൻകോട്ടയ്ക്ക് റെയിൽവേ ലൈൻ നീട്ടണം എന്ന ആവശ്യത്തിന് ഒരു നൂറ്റാണ്ടോളം തന്നെ പഴക്കമുണ്ട്. ഇത്തവണയെങ്കിലും ന്യായമായ പരിഗണന ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ഓരോ കേന്ദ്ര ബജറ്റിലും മലപ്പുറം ജില്ല പ്രതീക്ഷയോടെ കേൾക്കാൻ കാത്തിരിക്കുന്ന ഒന്നാണ് നിലമ്പൂർ റെയിൽവേയുടെ വികസനം. നിലമ്പൂരിലെ റെയിൽവേ പാത നഞ്ചൻകോട്ടിലേക്ക് നീട്ടാനുള്ള പദ്ധതി, അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ കേന്ദ്രം പ്രഖ്യാപിക്കുമെന്ന് ഓരോ തവണയും കരുതും. പക്ഷേ ഇതൊന്നും തന്നെ പൂർണ്ണമായിട്ടും ഫലവത്തായിട്ടില്ല. ബ്രിട്ടീഷുകാർ എവിടെ റെയിൽവേ ലൈൻ നിർത്തിയോ അവിടെ നിൽക്കുകയാണ് ഇപ്പോഴും. അതെ, വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മൾ കേന്ദ്ര ഗവൺമെന്റ് ബഡ്ജറ്റിനെ നോക്കിക്കാണുന്നത്. പക്ഷേ കാലങ്ങളോളം പഴക്കമുള്ളതാണ് നിലമ്പൂർ നഞ്ചൻകോട് റെയിൽവേ വികസനം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ മലബാർ മേഖലയിലെ ഒരു വികസന കുതിപ്പ് തന്നെ സാധ്യമാകുന്ന ഒന്നാണ് നിലമ്പൂർ നഞ്ചൻകോട് പാത എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ധാരാളം ആളുകളെ നമുക്ക് വയനാട് പോലുള്ള പ്രദേശങ്ങളുടെ വികസനം, അതേപോലെ തന്നെ ചരക്കു നീക്കങ്ങൾ, പ്രത്യേകിച്ച് വാണിജ്യ മേഖലയിലെ വലിയൊരു വികസനം തന്നെ ഈ മേഖലയിൽ സാധ്യമാവും. കുറച്ച് തുക നീക്കി വെക്കുന്നതല്ലാതെ അപ്പുറത്തേക്ക് മറ്റൊന്നും നമ്മൾ കാണാറില്ല. എന്താണ് ഇത്തവണത്തെ ഒരു പ്രതീക്ഷ? അല്ല, നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒന്നാമത് ഈ പ്രദേശം അല്ലെങ്കിൽ ടൂറിസത്തിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള രീതി കർണാടകമായിട്ട് ബന്ധിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പാതയാണ്. ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ കർണാടകമായിട്ട് ബന്ധിപ്പിക്കാൻ പറ്റിയ സ്ഥലം. ഈ ഒരു റെയിൽവേ ലൈൻ വരുന്നതോടെ സമാന്തരമായിട്ട് കർണാടകയിലേക്ക് ഒരു വഴി കൂടിയാണ് വരുന്നത്. അത് പൊതുവെ ഈ ഒരു മേഖലയ്ക്ക് വലിയ മാറ്റം ഉണ്ടാക്കൂലേ? തീർച്ചയായിട്ടും ഞങ്ങളെ ഈ മലപ്പുറത്തുകാർ വലിയ പ്രതീക്ഷ തന്നെയാണിത്. ഒരുപാട് വികസനങ്ങൾ അതുവഴി ഉണ്ടാകും. കാരണം പ്രത്യേകിച്ച് ഒരു വ്യാപാര കേന്ദ്രം കൂടിയാണ് പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറമൊക്കെ ഉള്ളത്. വലിയ മാറ്റം ഞങ്ങൾ ഈ ബജറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. വലിയൊരു നീക്കിയിരിപ്പിന് പ്രതീക്ഷിക്കുന്നു. കേരളത്തിൻ്റെയും കർണാടകയിലും ബന്ധിക്കുന്ന പ്രധാന പാതയാണ് നമ്മളെ നിലമ്പൂർ നഞ്ചൻകോട് എന്ന് പറഞ്ഞത്. ചരക്ക് നീക്കത്തിനും അതേമാതിരി ബിസിനസ്സിന് ആവശ്യത്തിന് പോയി വരാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു പാതയാണ്. മേഖലയെ മുഴുവൻ വലിയ പ്രതീക്ഷയോടെയാണ് ഈ ഒരു പദ്ധതി കാണുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിലമ്പൂരിലെ മുൻ MLA PV അൻവർ പറഞ്ഞ കാര്യം കൂടി നമ്മളൊന്ന് കേൾക്കേണ്ടതുണ്ട്. നിലമ്പൂർ നഞ്ചൻകോടൊന്നും ഒരിക്കലും ഒന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. കാരണം നിലമ്പൂർ നഞ്ചൻകോട് നല്ല രീതിയിലേക്ക് പോകുന്ന സമയത്താണ് അതിനെ വലിച്ച തലശ്ശേരി മൈസൂരിലേക്ക് കൊണ്ടുപോയത്. തലശ്ശേരി മൈസൂർ നടന്നതുമില്ല, നഞ്ചൻകോട് നിലമ്പൂർ കയ്യിൽ നിന്ന് പോയി. നിലമ്പൂർ മുൻ MLAക്ക് വലിയ പ്രതീക്ഷയില്ലെങ്കിലും ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ ഒരു മേഖലയ്ക്ക് വലിയ പ്രതീക്ഷ തന്നെയാണ് ബജറ്റിലുള്ളത്. അതുകൊണ്ട് തന്നെ നിർമ്മല സീതാരാമൻ ഈ ഒരു പദ്ധതിക്ക് ജീവൻ നൽകും എന്ന പ്രതീക്ഷ തന്നെയാണ് ഈ നാടിന് പങ്കുവെക്കാനുള്ളത്. അഖിലോട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 8.